ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനം. I extend my greetings in the name of the Lord Jesus Christ to the chairman of this meeting here today, to Maranatha Prayer Fellowship, all the servants of the Lord who are leading that, all the children of the Lord who are gathered here tonight. ഇരുപത്തിയെട്ട് വർഷമായിട്ട് നടന്നു വരുന്ന ഈ കൺവെൻഷൻ, This convention that has been taking place for the last 28 years, ഇത്തവണ വചന ശുശ്രൂഷയ്ക്ക് എളിയവനായ എനിക്ക് അവസരമൊരുക്കിയ ഇതിൻ്റെ ചുമതലപ്പെട്ടവരെ നന്ദിയോടെ ഓർക്കുന്നു. I remember the organizers who remembered me and gave me the opportunity to minister at this 28th convention. അധ്യക്ഷൻ പറഞ്ഞത് 100% ശരിയാണ്. What the chairperson said is 100% correct. പരിചയപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ഒരു പദവിയോ മറ്റൊരു സ്ഥാനമോ ഒന്നും പറഞ്ഞ് പരിചയപ്പെടുത്താൻ ഇല്ലാത്ത ഒരു ലോക്കൽ സഭയുടെ സാധാരണ ശുശ്രൂഷകൻ മാത്രമാണ് ഞാൻ. While introducing someone, there's no position or anything to talk about. I just have a local church charge. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. And I'm very proud of that. എനിക്ക് പരിചിതരായ സുഹൃത്തുക്കളായ പേരെടുത്ത് പറയേണ്ടവരായ പലര് ഈ സദസ്സിലുണ്ട്. There are many people in this audience who are acquainted to me, whose names I should be taking up. ഞാൻ സമയപരിധിയിൽ അതിന് അവസരമെടുക്കാതെ ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. Due to the lack of time, I'm not going to do that, but we're going to enter into the word of the Lord. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിക്കാം. The Gospel of John, chapter 2, verse 11. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. Jesus manifested his glory. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. And his disciples believed in him. ദൈവം തൻ്റെ വചനത്തിലൂടെ ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. Let us be with a lot of prayer in the presence of the Lord, so that the Lord may speak to us through his word. വചനത്തിലൂടെ ദൈവശബ്ദം കേട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു നല്ല സംഘം ആത്മാക്കളാണ് ഈ സദസ്സിൽ ഇരിക്കുന്നത്. And in this audience we have a good group of people who have heard the word of the Lord and have been blessed by it. ഈ രാത്രി കർത്താവിനോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ, Those who believe that the Lord will speak to me tonight, ഔപചാരികതയുടെ ഭാഗമായിട്ടല്ല, ഭംഗിക്ക് വേണ്ടിയല്ല, വചനത്തിനായി ഒരല്പനേരം അധരങ്ങളൊന്ന് തുറന്ന് ഒരു നിമിഷം ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. not out of obligation, not for show, but if you can open your mouths and praise the Lord. അല്പനേരം അധരങ്ങൾ ചലിപ്പിച്ച് ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. If you can move your lips for a few minutes and praise the Lord. ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഒരായുധങ്ങളും ഇല്ലായിരുന്നു. There were no weapons in the hands of the children of Israel. മുൻപോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച് തല ഉയർത്തി നിന്ന വൻ മതിലിനെ നേരിടാൻ ഒരായുധവും അവരുടെ കയ്യിലില്ലായിരുന്നു. They had no weapons in their hand to face the great wall that stood as an obstacle in their path. പക്ഷേ നമ്മൾ വായിക്കുന്നത് ആർപ്പിടേണ്ടതിന് ജനം അധരം തുറന്നപ്പോ തടസ്സമായി നിന്ന മതിൽ വീണെന്നാണ്. But we read that when the people opened their mouths to shout to the Lord, the wall that was an obstacle to them came down. പ്രിയരെ, ഇത് പ്രസംഗിക്കാനുള്ള വിഷയമല്ല,
വേദപുസ്തകം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അനുഭവിക്കാനുള്ള സത്യമാണത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരും മൗനമായിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. It is not a topic just to preach about, but it is for the children of God to believe the word of God, to experience. So let nobody be quiet. Let us all open our mouths and praise the Lord. ആ ഭാഗം ശ്രദ്ധിച്ചാൽ നാം തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. ആർപ്പിടേണ്ടതിന് അധരം തുറക്കുന്ന ജനത്തിന്റെ മുൻപിൽ തകരാത്ത ഒരു മതിലുകളുമില്ല. If you pay attention to that portion, you'll Glory. understand one thing. In front of the people who open their mouths to shout to the Lord, there is no wall that will not be destroyed. ആർപ്പിടുന്ന ജനത്തിന്റെ മുൻപിൽ മതിലുകൾ തകരുമെങ്കിൽ, If walls will be destroyed in Praise front of the the Lord. people who shout, അധരം തുറക്കുന്ന ആത്മാക്കളുടെ മുൻപിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഒരല്പം നേരം ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. the people of God who can see the working of the Spirit happening in front of those who open their mouths to praise the Lord, let us open our mouths a little bit more and shout to the Lord. ഓ ഹല്ലേലൂയ. Hallelujah. പ്രിയ പിതാവേ, വചനവുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. Dear Father, we come before you with the word. ഇന്ന് രാത്രി തിരുവെഴുത്തുകളെ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമേ. Prove your word to us, Father. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ആത്മാവിൽ തിരിച്ചറിയുന്നു കർത്താവേ. Lord, we realize your presence in the Holy Spirit. ഞങ്ങൾ എല്ലാവരും ആ ക്രൂശിൽ ഇന്ന് രാത്രി മറയട്ടെ. Let us all be covered in that cross tonight. ഞങ്ങളുടെ കർത്താവ് ഇന്ന് രാത്രി ഈ യോഗത്തിൽ മഹത്വപ്പെടട്ടെ. Let the name of our Lord be glorified in this meeting. ദൈവപുത്രന്റെ മഹത്വം വെളിപ്പെടുന്നതിന് എതിരെ നിൽക്കുന്ന പാതാള ഗോപുരത്തിന്റെ അധിപതികളുടെ മേൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ രക്തത്താലും ദൈവവചനത്താലും ആത്മാവിനാലും ജയം പ്രഖ്യാപിക്കുന്നു. Whatever powers of darkness are standing against the manifestation of the glory of the Son of God today, we rebuke in the name of the Lord Jesus Christ and by the authority given to us. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. Thank you for doing so. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. ഞാൻ ഈ മറന്നത പ്രയർ ഫെലോഷിപ്പിനെ കുറിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കേട്ടിട്ടുണ്ട്. I've heard about this Maranatha Prayer Fellowship many years ago. ഇതിനൊരു ഭരണസമിതിയോ പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷററോ അങ്ങനെയുള്ള ഒരു സിസ്റ്റവും ഇല്ല എന്നുള്ളത് ഇവിടെ വന്നേ പിന്നാണ് ഞാൻ അറിഞ്ഞത്. That there is no ruling committee or a president or a treasurer or a secretary. I came to know of that only after coming here. ഇത് ഇത്രയും വർഷമായി നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന രഹസ്യം അതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. And I understand that the greatest secret that has lasted this long is that. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഈ ഫെലോഷിപ്പിനെ ഓർത്ത് അഭിമാനത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. So I proudly give thanks to the Lord for this fellowship that the Holy Spirit is leading. നമ്മളിവിടെ വായിച്ച വേദഭാഗം എല്ലാ ദൈവമക്കൾക്കും ഏറെ പരിചിതമാണ്. The portion that we read here, all the children of God know very well. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. Jesus revealed his glory. ഈ വാചകമാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയപരിധിയിൽ നിന്ന് ഒന്ന് വിശകലനം ചെയ്ത് സമർത്ഥിച്ച് തെളിയിച്ച് സംസാരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. And I trust in the Lord to detail on this topic within the time that has been allotted to me. പുതിയ നിയമം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ When we pay attention to the New Testament, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്തു എന്ന് പറയുന്ന 35 അത്ഭുതങ്ങളുടെ ഒരു ചെറിയ കണക്ക് നമുക്ക് ലഭ്യമാണ്. we can see a small summary of the 35 miracles that Jesus did in his public ministry.
യേശു അതുകൊണ്ട് 35 അത്ഭുതങ്ങളെ ചെയ്തുള്ളൂ എന്ന് കരുതരുത്. So we should not think that Jesus only did 35 miracles. അങ്ങനെ കണക്കിനെ നിജപ്പെടുത്താതിരിക്കാൻ വക നൽകുന്ന വാക്യവും തിരുവെഴുത്തിലുണ്ട്. And there are verses in the Bible that tell us not to do that. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്. In the gospel, John says that there are many other things that Jesus did. അവയെല്ലാം എഴുതിയാൽ If I write all of those, ആ പുസ്തകങ്ങൾ those books ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ലെന്ന് would not fit in this whole world. ഞാൻ കഴിഞ്ഞ വർഷം ബാംഗ്ലൂര് KUPF-ന്റെ മീറ്റിങ്ങിന് പോയപ്പോൾ Last year, when I went to a KUPF meeting in Bangalore, ഞാനിപ്പോൾ പറഞ്ഞ വാക്യത്തെക്കുറിച്ച് ഒരു വലിയ തിയോളജിയനുമായിട്ട് സംസാരിച്ചു. I spoke with a great theologian about the verse that I just spoke. ദൈവമക്കൾ ആ വാചകം ശ്രദ്ധിച്ചു കാണും. യേശു ചെയ്തതെല്ലാം കൂടെ പുസ്തകങ്ങളിൽ എഴുതിയാൽ ആ പുസ്തകങ്ങൾ ലോകത്തിൽ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്ന യോഹന്നാൻ എഴുതി. And John wrote that I imagine that if we were to write all the works of the Lord into books, all those books would not fit in this world. ലോകത്തിൽ ഒതുങ്ങാത്ത പുസ്തകമുണ്ടോ എന്ന ചോദ്യമായിരിക്കും ആദ്യം നമ്മുടെ അകത്ത് വരുന്നത്. The first question that comes to mind may be, are there any books that won't fit in the world? അതുകൊണ്ട് തന്നെ തിയോളജിയനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന മറുപടി, That is why when I spoke to the theologian, the reply he gave me, പാസ്റ്ററെ അത് യോഹന്നാന്റെ ഒരു നിരൂപണം മാത്രമാണ്. Pastor, that was just an imagination of John. നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കാണണ്ടെന്ന് പറഞ്ഞു. We should not take it seriously. പക്ഷെ എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. Well, let me tell you something that I believe in my little life. ഈ തിരുവെഴുത്ത് മുഴുവനും ദൈവശ്വാസീയമാണെങ്കിൽ, If this whole word is by the inspiration of the Lord, വിശ്വാസയോഗ്യമല്ലാത്ത ഒരു നിരൂപണം പോലും ഇതിനകത്തുണ്ടാകാൻ പാടില്ല. and there will be no imagination in here that we cannot believe. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് യേശു ചെയ്ത കാര്യങ്ങളുടെ കൃത്യമായ കണക്ക് ലോകത്തിലെ ആർക്കും അറിയില്ല എന്ന സത്യമാണ് യോഹന്നാൻ അവിടെ കുറിച്ചു വെച്ചത്. And so what I believe is that what John wrote down is that nobody in this world knows the exact count of all the miracles that Lord Jesus has done. എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വൻ ക്രിയകൾക്കായി കരം ചലിപ്പിച്ച വീണ്ടെടുപ്പുകാരനാണ് എൻ്റെ രക്ഷകൻ. And my Savior is a Redeemer who moved his hands to do a lot of things that cannot be counted. യോഹന്നാന്റെ ആ വാക്കുകൾ യോഹന്നാന്റേതായി മാത്രം എടുക്കാതെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ഒന്ന് ധ്യാനിച്ചാൽ എണ്ണാൻ കഴിയുമോ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ? And let us not just take John's words as his words, but if we think about it, can we count the number of blessings that the Lord has done for each one of us? എണ്ണമറ്റ അത്ഭുതങ്ങളും എണ്ണി തീർക്കുവാൻ കഴിയാത്ത അപദാനങ്ങളും അളവില്ലാതെ അനുഭവിച്ച നാം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുമ്പോ എണ്ണി എണ്ണി രണ്ടോ മൂന്നോ സ്തോത്രമല്ല ഈ ദൈവത്തിന് അർപ്പിക്കേണ്ടത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ശബ്ദമുയർത്തി സന്തോഷമുള്ള അധരങ്ങളോടെ ഈ കർത്താവിന് മഹത്വം കൊടുക്കണം. We who have experienced countless blessings and numerous gifts from the Lord, we should not count out the praises that we give to the Lord, but we should lift up our voices and continuously keep praising the Lord. അപ്പോ എണ്ണമറ്റ അത്ഭുതങ്ങളിൽ നിന്ന് ലേഖകന്മാർക്കോ സുവിശേഷകന്മാർക്കോ ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞ 35 അത്ഭുതങ്ങളുടെ കണക്കാണ് നമുക്ക് സുവിശേഷങ്ങളിൽ ലഭിക്കുന്നത്. So out of the countless miracles that Jesus did, we get only the 35 selected that the gospel writers were able to pick up and write down. ഈ 35 അത്ഭുതങ്ങളെ 6 ഭാഗങ്ങളായിട്ട് തരം തിരിച്ചു പഠിക്കാൻ കഴിയും. We can study these 35 miracles in 6 parts. ഒന്ന്, യേശു
വീട്ടിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. One, the miracles that Jesus did at home. രണ്ട്, യേശു പള്ളിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. Second, the miracles that Jesus did at the church or synagogue. മൂന്ന്, യേശു വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. Third, the miracles that Jesus did on the way. നാല്, യേശു വെള്ളത്തിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. Four, the miracles that Jesus did in the water. അഞ്ച്, യേശു മരുഭൂമിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. Five, the miracles that Jesus did in the wilderness or desert. ആറ്, യേശു സെമിത്തേരിയിൽ വെച്ച് ചെയ്ത അത്ഭുതം. And six, the miracle that Jesus did at the cemetery. ഇങ്ങനെ ആറായി തരംതിരിച്ച് പഠിക്കുമ്പോൾ, So when you study them in these 6 parts, എന്നിലും നമ്മിലുമൊക്കെ ഏറെ ആവേശമുണർത്തുന്ന ഒരു ഭാഗമാ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ വീണ്ടെടുപ്പുകാരനായ എൻ്റെ കർത്താവ് ശവക്കോട്ടയിലും ചിലത് ചെയ്യുവാൻ കഴിവുള്ളവനാണെന്നുള്ള സത്യം. the truth that my Lord Praise can the do Lord. miracles even at the cemetery Amen. is something that fills all of us with zeal. ഇനി പ്രതീക്ഷിക്കാൻ ഒരു വകയും ഇല്ല എന്ന് മനസ്സ് പറയുന്ന മണ്ഡലങ്ങളിൽ ജീവന്റെ തുടിപ്പയക്കാൻ കരുത്തുള്ള എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി യോഗത്തിലുണ്ട്. The presence of my Lord who can send life to the realms where you thought that it was dead and nothing Amen. will work again. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു നാറ്റം വെച്ച് തുടങ്ങി ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സ് പറയുന്ന തലങ്ങളിൽ ചില ചലനമുണ്ടാക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളത് എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe that my Lord has come here to change the things, to bring to Hallelujah. life the realms in which you think that it has started stinking for 4 days now? ഞാൻ ഒരു വാക്ക് ഇടയ്ക്കൊന്ന് ഓർപ്പിക്കുകയാണ്. Let me remind the words now. നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ഒക്കെ ഒരു ട്രെൻഡ് അനുസരിച്ച്, According to the trend today in Kerala, ഓരോ വാചകങ്ങൾ പറഞ്ഞ ശേഷം ജനത്തെ കൊണ്ട് സ്തുതിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. there's a system where they make the people praise after each sentence. അമേരിക്കയിൽ അത് എത്ര കണ്ടുണ്ടെന്നറിയില്ല. I don't know how far that has reached America. ഒരു മണിക്കൂർ പ്രസംഗിച്ചാൽ ഒരു 500 പ്രാവശ്യമെങ്കിലും ജനത്തെ കൊണ്ട് സ്തുതിപ്പിക്കും. If you preach for an hour, you'll make the people praise the Lord at least 500 times. കൈ ഉയർത്തി ഒരെണ്ണം പറയാം, You can lift your hands and say 1. പിന്നെ ഒരു 2 എണ്ണം പറയാം, Then you can say 2. കൈ കൊടുത്തേച്ചൊരു 2-3 എണ്ണം പറയാം, You can give hands and say 2 or 3. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കി ചിരിച്ചോണ്ട് പറയാം. You can laugh, smile at the person sitting next to you and say it. ഇതെന്നെ അംഗൻവാടിയാണ്? Or is this like a panchayat or something, a social gathering or what? ദൈവമക്കളെ, ആരാധനയെ The children of God, the അങ്ങനെ ആരും worship. തരം താഴ്ത്തരുത്. You should not lower the worship like that. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് അല്ലേലിയ പറയിപ്പിക്കാൻ സമയമെടുക്കുന്ന ഒരു ഉപദേശി അല്ല ഞാൻ. Now what I'm trying to say is Amen. I'm not a minister who tries to make you say hallelujah. ഈ വലിയ ഭാഗ്യം ലഭിച്ച ഒരു ദൈവ പൈതലിനോട് ഒരു സ്തോത്രം ചെയ്യാൻ ആരും പറയേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. I believe that nobody needs to tell a servant of the Lord who has Amen. received these great blessings to praise the Lord. കാരണം ചില ദൈവമക്കളുടെ പ്രതികരണവും റെസ്പോൺസും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ സിസ്റ്റത്തിന് കീഴിലാണെങ്കിൽ ഗ്ലോറിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പാസ്റ്റർ പറഞ്ഞിട്ട് വേണം ഒരെണ്ണം പറയാനെന്നുള്ളതാണ്. Because looking at the reaction of some of the people here, I think that you are used to that system where after the pastor says something, you are prepared to praise the Lord. പണ്ട് ഒരു ശവസംസ്കാര ശുശ്രൂഷ ഒരു വീട്ടിൽ നടക്കുകയാണ്. A long time ago, there was a funeral service taking place in a house. ഒരു പാസ്റ്റർ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. A pastor was giving the last sermon. ഡെഡ് ബോഡി എടുക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. There are only minutes left to take the body. പെട്ടെന്ന് ഒരാൾ ആ യോഗം മുഴുവനും അലങ്കോലമാക്കി. Suddenly, one person disrupted the entire meeting. പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ വയ്യാത്ത അന്തരീക്ഷം ഉണ്ടാക്കി. And it came to a state where the pastor could not preach. മറ്റാരുമല്ല, മരിച്ചു കിടന്നയാൾ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. It was nothing else. The dead man sat up and started to speak. പാസ്റ്റർ ആ പ്രസംഗത്തിന്റെ ഒഴുക്കിലായിരുന്നു. Pastor was in the flow of the sermon.
പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ ശാന്തമായി കിടന്നാട്ടെ, എൻ്റെ ശുശ്രൂഷയ്ക്ക് അലങ്കോലം ഉണ്ടാക്കാതെന്ന് പറഞ്ഞു. Pastor said, brother, please be quiet and lie down. Don't disrupt my ministry. ഞാൻ കേട്ട ഒരു കഥയാണിത്. This is a story that I had heard. പക്ഷേ കഥയാണെങ്കിലും കാര്യം അതിനകത്തുണ്ട്. Although it's a story, it has something in it. ആരൊക്കെ അവനോട് ഇനി അടങ്ങിക്കിടക്കാൻ പറഞ്ഞാലും ജീവൻ പ്രാപിച്ചെന്നുള്ളത് സത്യമാണെങ്കിൽ അവൻ അനങ്ങാതിരിക്കാൻ കഴിയില്ല. Whoever tells him to Praise keep the quiet, if it is the truth that he Amen. has received life, he will not be able to keep silent. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ പിതാവായ ദൈവം തന്റെ പുത്രന്റെ കാൽവരി മരണത്താൽ ജീവിപ്പിച്ചെങ്കിൽ ആ ജീവന്റെ തുടിപ്പകത്തുള്ള ദൈവമക്കൾക്ക് ഇതിനകത്ത് അനങ്ങാതിരിക്കാൻ കഴിയുന്നതിൽ അധരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കാം. If we who were dead Hallelujah. in iniquity and sin, if we were brought to life by the salvation in this Son, Jesus Christ, and we cannot keep quiet, but we should be able to open our mouths and praise the Lord. വീട്ടിൽ വെച്ച് യേശു ചെയ്ത അത്ഭുതങ്ങൾ എന്ന വിഭാഗത്തിലേതും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഒന്നാമത്തേതുമായ അത്ഭുതമാണ് നമുക്കേവർക്കും പരിചയമുള്ള കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വെള്ളം വീഞ്ഞാക്കിയ സംഭവം. The incident that Jesus turned water to wine in the wedding house in Cana comes under Jesus' miracles in the portion of the miracles that took place in the house, and it was the first miracle that he did as part of his public ministry. അടയാളങ്ങളുടെ ആരംഭമായി യേശു ഗലീലയിലെ കാനാവിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. This beginning of signs Jesus did in Cana of Galilee and manifested his glory. ദൈവമക്കൾ ഓർക്കണം, കാനാവിൽ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ആ ഗ്രാമമല്ല സത്യത്തിൽ അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടത്, ആ വിരുന്ന് നടക്കുന്ന വീടാണ്. And just because the miracle took place Praise in the that place called Cana, it is Amen. not the village that we should pay attention to, but we should pay attention to the house in which the miracle took place. എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നൊരു ഭാഗമാണത്. എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ ആദ്യമായി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് ഒരു വീട്ടിനകത്താണ്. What gives me a lot of joy Hallelujah. is that my Lord, the Praise. first place where he manifested his glory in this earth was in a house. വീട്ടിനകത്ത് മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷ ആരംഭിച്ച എൻ്റെ കർത്താവ് ആ ശുശ്രൂഷ നിർത്തിയിട്ടില്ലെന്നുള്ള കാര്യം ഈ പട്ടണത്തിൽ കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കൾക്കറിയാം. ഇന്ന് രാത്രിയും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ കുടുംബങ്ങളിൽ അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. And my Lord, who started his ministry by revealing his glory in a house, those who believe that even today he is going to do some miracles in your houses. മാർത്തയോടും കർത്താവ് പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ്. What the Lord told Martha was that if you believe, you will see the glory of God. ഈ മഹത്വം വെളിപ്പെടുത്തി എന്ന വാചകത്തിന്റെ മഹത്വമോ വലുപ്പമോ നമ്മൾ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ച് ചിന്തിക്കേണ്ടതാണ്. And we should study a little more in detail about the phrase where it says that he manifested his glory. സുവിശേഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ When we pay attention to the Gospels, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. Jesus tells his disciples, my peace I give unto you. യേശു തന്റെ സമാധാനം ശിഷ്യന്മാർക്ക് കൊടുത്തു. Jesus gave his peace to his disciples. യേശുവിന്റെ ക്രൂശീകരണം അടുത്ത നിമിഷങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, If we pay attention to the moments just before Jesus' crucifixion, യേശുവിന്റെ വസ്ത്രം പടയാളികൾ ചീട്ടിട്ടെടുത്തു എന്ന് നാം വായിക്കുന്നു. we read that the soldiers cast lots for Jesus' garment. യേശുവിന്റെ വസ്ത്രം പടയാളികൾക്ക് എടുക്കാൻ കഴിഞ്ഞത് യേശു കൊടുത്തതുകൊണ്ടാണ്. The soldiers were able to take his garment because Jesus gave it to them. അപ്പൊ യേശു തന്റെ വസ്ത്രം പടയാളികൾക്ക് കൊടുത്തു. So Jesus gave his garment to the soldiers. ക്രൂശിലേക്ക് നോക്കിക്കേ. Let's look on the cross. പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ
തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. The Lord said, Father, into your hands I surrender my soul. യേശു തൻ്റെ ആത്മാവിനെ ദൈവത്തിന് കൊടുത്തു. Jesus gave his spirit to God. ഈ മൂന്ന് ചിന്തകളിൽ നമ്മുടെ കർത്താവ് ആരാണ്? In all these three places, Lord. who is our Lord? ശിഷ്യന്മാർക്ക് സമാധാനം കൊടുത്തു. He gave peace to his disciples. അവർക്ക് വേണ്ടത് സമാധാനമായിരുന്നു. They wanted peace. അവർ ആഗ്രഹിച്ചതും അവർ കൊതിച്ചതും അല്പം സമാധാനമായിരുന്നു. What they desired and what they wanted was a little peace. സമാധാനം വേണ്ടവർക്ക് കർത്താവ് സമാധാനം നൽകി. Those who wanted peace, the Lord gave peace. പടയാളികൾക്ക് വേണ്ടിയിരുന്നത് അവന്റെ സമാധാനമായിരുന്നില്ല, അവന്റെ വസ്ത്രമായിരുന്നു. അതവൻ പിടിച്ചു വെച്ചില്ല. വസ്ത്രം വേണ്ടവർക്ക് അത് പകുത്തെടുക്കാൻ, ചീട്ടിട്ടെടുക്കാൻ യേശു തന്റെ വസ്ത്രം പടയാളികൾക്ക് കൊടുത്തു. And the soldiers, they did not Praise the want Lord. his peace, they wanted his garment, and for them he gave his garment so that they could cast lots and see who gets it. എന്നാൽ ക്രൂശിലേക്ക് നോക്കിക്കേ. But let's look at the cross. പിതാവാം ദൈവത്തിന് വേണ്ടിയിരുന്നത് യേശുവിന്റെ ജീവനായിരുന്നു. What the God the Father wanted was Jesus' life. കാരണം വീണ്ടെടുപ്പിൻ പദ്ധതി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ യേശു ജീവൻ വെടിയേണ്ടിയിരുന്നു. Because if the plan of salvation should be fulfilled, then Jesus had to give up his life. യേശു തന്റെ ജീവൻ മറുവിലയായി നൽകേണ്ടിയിരുന്നു. He had to give his life as a price for us. സമാധാനം വേണ്ടവർക്ക് അവൻ സമാധാനം കൊടുത്തു. He gave peace to those who wanted peace. വസ്ത്രം വേണ്ടവർക്ക് അവൻ വസ്ത്രം കൊടുത്തു. To those who wanted a garment, he gave them that. പ്രാണൻ വേണ്ടവന് പ്രാണനും കൊടുത്തു. The one who wanted his life, he gave him his life. ഈ മൂന്ന് ചിന്തകൾ ധ്യാനിച്ചാൽ മതി, കുറഞ്ഞത് 1 മണിക്കൂർ എല്ലാം മറന്ന് ഈ കർത്താവിനെ ആരാധിക്കാൻ. If you'll just think about Praise the these Lord. three things, you can forget everything and praise the Lord. ഇത് മൂന്നും കർത്താവിൽ നിന്ന് ലഭിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. There is one here who has received Lord. all these three from the Lord. അപ്പൊ സമാധാനം കൊടുക്കുന്ന കർത്താവ്, The Lord who gives peace, വസ്ത്രം കൊടുക്കുന്ന കർത്താവ്, the Lord who gives the garment, പ്രാണൻ കൊടുക്കുന്ന കർത്താവ്, and the Lord who gives his life. കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ബൈബിളിലുണ്ട്. There is one thing in the Bible where that is said that he won't give. വചനമറിയാവുന്ന ദൈവമക്കൾക്കറിയാം, സമാധാനവും വസ്ത്രവും പ്രാണനും ഒക്കെ കൊടുത്താലും അവൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്. Those children of God who know the word know that although he said he'll give a piece in the garment and his life, there's one thing he said that he will not give. അവൻ തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. He will not give up his glory to anyone else. അവിടെയാണ് നമ്മുടെ കുറിവാക്യത്തിന്റെ മഹത്വം നമ്മൾ കാണേണ്ടത്. And that is where we should see the importance of the phrase that we read. ആർക്കും വിട്ടുകൊടുക്കാത്ത തന്റെ മഹത്വം ഈ ഭൂമിയിൽ ഒരു വീട്ടിനകത്തവൻ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോ ആ രക്ഷകന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവന്റെ പ്രവൃത്തിക്കായി ഒരുക്കപ്പെടട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ അതിശക്തമായി ജനത്തെ ഓർപ്പിക്കുകയാണ്. And the glory that he Glory. said he will not give up to anyone else, when we see that he Hallelujah. revealed that in a house, the children of the Lord need to mightily praise him. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് ഒരു വീട്ടിനകത്താണ്. Jesus revealed his glory in a house. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. Now let me bring your attention to another portion. 2-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, When we read verse 1 of chapter 2, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. on the third day there was a wedding in Cana of Galilee. 4-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ, When we see chapter 4 verse 46, താൻ പിന്നെയും വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. so Jesus came again to Cana of Galilee, where he had made the water wine. 21-ാം അധ്യായം 2-ാം വാക്യം നോക്കുമ്പോൾ, When we come to chapter 21 verse 2, ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും എന്ന് കാണുന്നു. now we can see Thomas called Didymus and Nathanael of Cana in Galilee. നമ്മുടെ കുറിവാക്യം ഉൾപ്പെടെ 4 വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്.
Including our first verse, we read 4 verses here. ഈ 4 വാക്യങ്ങളിലും ആവർത്തിച്ചിട്ടുള്ള ഒരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. You may have paid attention to something that's repeated in all these 4 verses. ഗലീലയിലെ കാനാവ് എന്ന പദം ഈ 4 വാക്യങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്. And the term Cana in Galilee is repeated in all these 4 verses. ഭാഷാ പ്രയോഗം അനുസരിച്ച്, According to the language, ശബ്ദധാരാവലിയിലെ ഭാഷാ രീതി അനുസരിച്ച്, and according to the way of the language back then, കാനാവ് ഗലീലയിലാണെന്ന് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. in verse 1 of chapter 2, it said that Cana is in Galilee. പിന്നീട് പറയുമ്പോഴൊക്കെ ഗലീല പറയേണ്ട കാര്യമില്ല, കാനാവ് പറഞ്ഞാൽ മതി. Whenever it's repeated again, you just need to say Cana. You don't have to say Galilee again. അങ്ങനെയാണ് ഭാഷയുടെ പ്രയോഗവും ആവർത്തനവും ഭംഗിയാക്കുന്നത്. That is how you usually use it in language when you repeat something. ഗലീലയിലെ കാനാവിലാണ് കല്യാണം നടന്നതെന്നും അവിടെയാണ് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയതെന്നും വ്യക്തമാണ്. It is clear that the wedding took place in Cana of Galilee and that Jesus revealed his glory there. പക്ഷെ കാനാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഗലീലയുണ്ട്. But wherever Cana is mentioned, Galilee is also mentioned. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഗലീലയെ കുറിച്ച് പറയുന്നിടത്ത് എല്ലാം കാനാവില്ല. But if you pay attention, wherever Galilee is mentioned, you don't see Cana. ഗലീല എന്ന പ്രയോഗം ഇല്ലാതെ പുതിയ നിയമത്തിൽ കാനാവിനെ കുറിച്ചൊരു പരാമർശമില്ല. In the New Testament, you cannot see Cana being mentioned anywhere without the term Galilee next to it. അപ്പോൾ ഗലീലയിലെ കാനാവ് എന്നുള്ള ആവർത്തന പ്രയോഗത്തിന്റെ ആവശ്യകത എന്തെന്നുള്ളത് അതീവ ഗൗരവമായി നാം കാണേണ്ട സത്യമാണ്. So we should pay careful attention to why this term was repeated wherever Cana was mentioned. ബൈബിളിന്റെ പൊതു സ്വഭാവം അനുസരിച്ച്, according to the behavior of the Bible, ആവർത്തന പ്രയോഗത്തിൽ അധികം അർത്ഥമുണ്ട്. there is a lot of importance, meaning to things that are repeated. ഒരു തെളിവ് ഞാൻ പറയാം. I'll give you one proof. യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, When Jesus taught his disciples to pray, ആ പ്രാർത്ഥനയിൽ 8 തവണ നമ്മുടെ കർത്താവ് ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. there is one phrase that our Lord repeated 8 times. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. I don't know how many of you pay attention to that. 8 പ്രാവശ്യം ആ പ്രയോഗം ആവർത്തിച്ചിട്ടുണ്ട്. 8 times he has repeated that term. വചനം അറിയാവുന്നവർക്കറിയാം, ഞങ്ങൾ എന്ന പ്രയോഗമാണ്. It is the term we. ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ പ്രാർത്ഥന, the prayer that starts saying our Father in heaven, ഞങ്ങളുടെ, ഞങ്ങൾക്ക്, ഞങ്ങളോട് എന്നിങ്ങനെ ഞങ്ങൾ പ്രയോഗം 8 പ്രാവശ്യം കർത്താവ് ആവർത്തിച്ചിട്ടുണ്ട്. and so the term we or our has been repeated 8 times in the Lord's prayer. ഞാനെന്നോ എൻ്റെ എന്നോ എനിക്കെന്നോ ഒരേകവചന പ്രയോഗത്തിലേക്ക് കർത്താവ് പോകാതെ ഈ ഞങ്ങൾ പ്രയോഗം ആവർത്തിച്ചതിൻ്റെ പിൻപിലെ അർത്ഥം എന്താണെന്നും വചനമറിയാവുന്ന ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. And the children of God who know the word will understand the meaning of why the Lord used the term we or our instead of using the term I or my. യേശു ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് പുരുഷാരത്തെ അല്ല. And Jesus did not teach this prayer to the crowd. യേശു ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് ശിഷ്യന്മാരെയാണ്. But it was to his disciples that he taught this prayer. ശിഷ്യന്മാരുടെ പ്രകൃതവും സ്വഭാവവും മനസ്സിലാക്കിയാൽ ഞങ്ങൾ പ്രയോഗം ആവർത്തിച്ചതിന്റെ അർത്ഥം മനസ്സിലാകും നമുക്ക്. If you understand the character and the behavior of the disciples, you'll realize why Jesus used that term. ശിഷ്യന്മാർ ഒരു പടകിലിരിക്കും. The disciples will sit in one boat. വേണമെങ്കിൽ ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിലോ ഹാളിലോ ഇരിക്കും. They could sit like this in one auditorium or a hall. പിന്നെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് അനുസരിച്ച് വേണമെങ്കിൽ ഇവർ ഒരു പായയിലും ഇരിക്കും. And according to our imagination, they could also sit in one mat. പക്ഷെ ഒരുമനപ്പെട്ടിരിക്കത്തില്ല. But they will not be of one accord. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ഭാവം 12 പേരുടെ അകത്തുണ്ടായിരുന്നു. All 12 of them had the thought inside them, who is the greatest among them? അപ്പൊ ഈ ടീമംഗങ്ങളുടെ ഇടയിലെ ഉന്നത ഭാവം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല.
And so amidst the people, the thought of who is greater did not start yesterday or today. അന്നേ ഉണ്ടായിരുന്നു. It was there from a long time ago. യേശു ഒരിക്കൽ ഇവരെ വിളിച്ച വിളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. You may have paid attention to how Jesus once called them. വക്രതയും കോട്ടവുമുള്ള തലമുറയെ. O vile and wicked generation. ഓർക്കുക, ഒന്നിച്ചു പോകാൻ കഴിയാത്ത, ഐക്യപ്പെട്ട് നീങ്ങാൻ കഴിയാത്ത ഒരാത്മീയ സമൂഹത്തെ വക്രത എന്ന പദം ഉപയോഗിച്ച് കർത്താവ് വിളിച്ചു എന്ന് പറയുന്നത് ഗൗരവത്തോടെ ദൈവമക്കൾ കാണണം. And we should pay a lot of importance, give a lot of importance to the term that Jesus used when he called together the synagogue, the congregation that wouldn't go together in one accord. He called them a wicked generation. പ്രിയരെ, സഭകളുടെയും സംഘടനകളുടെയും പേരിൽ ചിന്നിച്ചിതറി നിൽക്കാതെ ആത്മാവിൽ ഒറ്റക്കെട്ടായി ഈ രാജ്യത്ത് നാം നിൽക്കുമെങ്കിൽ 50 സ്റ്റേറ്റുകളടങ്ങുന്ന ഈ മഹാരാജ്യത്ത് ഒരു ഉണർവയക്കാൻ നമ്മുടെ ദൈവം തയ്യാറാണ്. Dear children of God, if we will not stand divided into different organizations or different names, if we can stand united, then the Lord can bring a great revival in this nation comprised of all the 50 states. അപ്പോ ഒരുമനപ്പെട്ടിരിക്കാത്ത ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴാണ് ഞങ്ങൾ 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 എന്ന പ്രയോഗം യേശു ആവർത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. And so we should understand when Jesus was teaching his disciples who could not be together in one accord to pray, he used the term our or we. ആവർത്തന പ്രയോഗത്തിൽ അർത്ഥമുണ്ടെന്നുള്ളതിന് ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. And that was a proof of the importance of repeating things. അങ്ങനെയാണെങ്കിൽ ഈ ഗലീലയിലെ കാനാവ് എന്ന് ആവർത്തിച്ചിരിക്കുന്നതിന്റെ പിൻപിലെ അർത്ഥം നാം കണ്ടെത്തിയാലേ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയതിന്റെ കൃത്യമായ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ. Likewise, only if we try to find out the meaning of why the term Cana in Galilee was repeated many times, only then will we be able to understand the manifestation of his glory. 1-2 പഴയ നിയമ വാക്യങ്ങളൊന്ന് വായിക്കാൻ താല്പര്യമുണ്ട്. I'd like to read a couple of Old Testament verses. ചിലർക്ക് ഒരു മയക്കമോ ഒരു ചെറിയ ക്ഷീണമോ ഉറക്കമോ ഒക്കെ വരാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. And I do not reject the possibility of some people trying to fall asleep. ഞാൻ യോഗങ്ങളിൽ ആരെങ്കിലും ഇരുന്ന് ഉറങ്ങിയാൽ ഉണർത്താൻ ശ്രമിക്കാറില്ല. And I don't try to wake up people who sleep at meetings. അവർ ഉറങ്ങി ആശ്വസിക്കട്ടെ എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഞാൻ. And I believe that let them sleep and have peace. കാരണം മനോഹരമായ വീട്ടിലെ മനോഹരമായ ബെഡിൽ കിടന്നിട്ട് വേണ്ടതുപോലെ ഉറങ്ങാൻ പറ്റാത്ത ഒരാള് ചാരുവെഞ്ചയിലൊക്കെ വന്ന് ഇരുന്നോണ്ട് ഉറങ്ങാൻ കഴിയുന്നെന്ന് പറയുന്നത് അതൊരു വിടുതലാണ്. Because people who live in beautiful houses and sleep in beautiful beds, if they cannot sleep, but they can come and sit on a bench and fall asleep, that I see as a great deliverance. അപ്പോൾ ചിലർക്ക് ചില യോഗങ്ങൾ കൊണ്ട് ലഭിക്കുന്നത് അത്രയും മാത്രമാവാം. And some people may be receiving only that from the meetings. അങ്ങനെയെങ്കിൽ നമ്മൾ അവരെ എന്തിനു ശല്യപ്പെടുത്തണം? And so why should we bother them? അവർ ഉറങ്ങി ആശ്വസിക്കട്ടെ, അല്ലാത്തവർ പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കട്ടെ. Let them sleep and have peace. The others can listen to the word of God. ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യം പറയാം. Let me tell you a truth that I believe. തിരുവെഴുത്തായി തന്നെ നാം ധ്യാനിച്ചു വന്നാലേ വചനത്തിന്റെ വിടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. Only if we meditate on the scripture as scripture, then only we will be able to experience the deliverance of the word of God. എനിക്കറിയാം, ഞാൻ പരിധിയിൽ കവിഞ്ഞ് ശബ്ദമുണ്ടാക്കുകയോ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വെപ്രാളം കാണിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ അന്തരീക്ഷമൊക്കെ അങ്ങ് മാറും. I know that if I make a lot of noise or run about here, the situation here may change. പക്ഷേ അത് ആത്മാവ് ചെയ്യുന്നതല്ല, അഭ്യാസം കാണിക്കലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. And I believe that that is not the doing of the Spirit, but the person trying to show some acts. ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ഒരാൾ ഓടിയെന്ന് വരാം, ചലിച്ചെന്ന് വരാം, തുള്ളിയെന്ന് വരാം. പക്ഷേ ആത്മാവ് വരാതെ വെറും
കുറ്റമായി നമ്മൾ യോഗങ്ങളെ കാണരുത്. വചനത്തിന്റെ മുൻപിൽ തുറന്ന ഹൃദയത്തോടെ നമുക്കിരിക്കാം. ഈ വചനത്തിലൂടെ ഒരു വിടുതൽ ഇതിനകത്ത് ഇന്ന് രാത്രി ദൈവം അയക്കാൻ പോകുകയാണ്. When the Spirit of the Lord Praise the comes, Lord. a person may run or a person may jump or a person may dance, but without the Spirit of the Lord, whatever takes place is just a systematic way of doing things. Let us keep our hearts Amen. open to the word of the Lord so that we may have a deliverance come down through the word of God. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയ വീടേതാണെന്ന് വ്യക്തമാക്കുകയാണ് ഈ ആവർത്തന പ്രയോഗത്തിന്റെ ലക്ഷ്യം. And the importance of this repetition is to make Amen. clear which house Jesus manifested his glory in. പെന്തക്കോസ്ത് സഭകളിൽ കൂട്ടായ്മ ആചരിക്കുന്നവർ മാത്രമല്ല ഇന്ന് രാത്രി ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത്. It is not Praise just the people Lord. who come to Pentecostal Praise fellowships the who are Lord. there in this gathering tonight. സംഘടന നോക്കാതെ, സഭ നോക്കാതെ, സങ്കടത്തോടെ വരുന്ന സകല ആത്മാക്കളെയും വിടിവിച്ചയക്കാൻ മനസ്സുള്ള കർത്താവിന്റെ ശബ്ദം കൊതിച്ചു വന്ന കുറെ പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are people here who have come here Praise not the Lord. looking at an organization or name of a church, but have come here to have a relief from their sorrows. ഈ യോഗങ്ങളുടെ ലക്ഷ്യവും ആത്മാക്കളുടെ വിടുതലാകയാൽ അത് അറിഞ്ഞ് ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഇരിക്കണം യോഗത്തിൽ. And because the goal of this meeting is the deliverance of souls, the children of God should know that and be sitting prayerfully. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയ വീട് ഏതാണെന്ന് അറിയേണ്ടതുണ്ട്. And we need to know which house Jesus revealed his glory in. ഞാനതിന് ഒരു ഉദാഹരണം പറയാം. Let me give an example for that. നമ്മളൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ ഇവിടുന്ന് തന്നെ കല്യാണത്തിന് വേണ്ടി പോകുന്നവരാണ്. കല്യാണത്തിൽ സംബന്ധിക്കാനായിട്ട് പോകുന്നവരുണ്ട് ഇവിടുന്ന്. And there are people who go from here to attend weddings in India. കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നമ്മൾ ഇറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങി നിൽക്കുന്നു. And we get dressed up and we go to the junction to go for the wedding. നമ്മളെ അറിയാവുന്ന നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ ആരെങ്കിലും ചോദിക്കും, എങ്ങോട്ട് പോകുന്നു? And any fellow brothers who know us would ask us, where are you going? ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുക. I'm standing here to go to a wedding. നമ്മുടെ മലയാളികളുടെ രീതി അനുസരിച്ച് പിന്നെയും ചോദ്യം പ്രതീക്ഷിക്കാം. And according to the Malayali way, you can expect another question. എവിടാ കല്യാണം? Where is the wedding? സത്യത്തിൽ പുള്ളിയെ വിളിച്ചിട്ടേ ഇല്ല. In truth, he has not been called. എന്നാലും നമ്മുടെ ആളുകൾക്ക് അറിയണം എവിടാണെന്നൊക്കെ. Still, the people want to know where the weddings takes place. എന്നോടും അങ്ങനെ ചിലർ ചോദിച്ചിട്ടുണ്ട്. Some people have asked me also like that. പാസ്റ്റർ എങ്ങോട്ട് പോകുന്നു? Pastor, where are you going? ഞാൻ എറണാകുളം വരെ പോവാ. I'm going to Ernakulam. വെറുതെ പോകുന്നേ ഉള്ളോ അതോ? Are you going just like that, or? എടാ അതെന്തോ ചോദ്യം അത്. ഞാൻ വെറുതെ പോവോ അല്ലാതെ പോവോ? ഇത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക അളിഞ്ഞ സംസ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. This is, you can call it a bad culture that we Malayalis have. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എവിടെ പോകുന്നു? നമ്മൾ പറഞ്ഞു കല്യാണത്തിന് പോകുന്നു. And so they ask us, where are you going? We say, we're going to a wedding. എവിടാണെന്ന് ചോദിക്കുമ്പോൾ When they ask where, നമ്മൾ ഈ ചോദിച്ച ആളിനോട് പറയുകയാണെന്നിരിക്കട്ടെ, and let's imagine we tell the person who asked us, ഞാനും കുറച്ചു നേരമായിട്ട് അതാണ് ആലോചിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, if we say that that's what I was also wondering and standing here, പിന്നെ ആ പുള്ളി നിങ്ങളോട് ഒരു ചോദ്യവും ചോദിക്കത്തില്ല. he won't ask you any other question. കാരണം അദ്ദേഹത്തിന് നിങ്ങൾ ആരാന്ന് മനസ്സിലായി. He will understand who you are. കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് വെച്ച് കണ്ടപ്പോഴും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് ചിന്തിച്ച് അദ്ദേഹം നടന്നു പോകും. He will think that last time when I saw him in the Amen. meeting, he was all right, and he'll just walk away. വേദപുസ്തകം കാര്യസാധ്യത്തിനും കാശുണ്ടാക്കാനും നമ്പര് കാണിക്കാനുള്ള മന്ത്രമല്ല. വേദപുസ്തകത്തിൻ്റെ ആധികാരികതയും ഇതിൻ്റെ ജീവനും നഷ്ടപ്പെടാതെ ഇതിനോട് കൂറു പുലർത്തി ഇത് ധ്യാനിച്ചേ പറ്റൂ. And the Bible is not just a means to make ends meet or to trick people, but Amen. we need to give faith and the core values of the Bible. അതുകൊണ്ട് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയ വീടേതാണെന്ന് വ്യക്തമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. So the Holy Spirit desires us to understand which house Jesus revealed his glory. പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ വായിച്ചു വിടുകയാണ്. Let me quickly read a few verses from the Old Testament. യോശുവയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. Joshua chapter 16 verse 8.
തപ്പൂഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാ തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. The border went out from Tapua westward to the brook Kana, and it ended at the sea. എഫ്രയീം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം, This was the inheritance of the tribe of the children of Ephraim according to their families. 19 അധ്യായത്തിന്റെ 28 വാക്യം. Chapter 19 verse 28. ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. Including Hebron, Rehob, Hammon and Kana as far as greater Sidon. 24 വാക്യം ശ്രദ്ധിക്കുമ്പോൾ When we pay attention to verse 24, ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 5-ാമത്തെ നറുക്കു വന്നു. the fifth lot came out for the tribe of the children of Asher according to their families. അവരുടെ ദേശം എന്ന് പറഞ്ഞിട്ടാണ് കാനാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. And it says, and their territory included, and it mentions Cana there. ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിൽ, നോക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒന്ന് നിവർന്നു തന്നെ ഇരിക്കാം. If you have finished reading, you can all start looking up now. ചിലർക്ക് യോശുവയുടെ പുസ്തകം ഇതുവരെ കിട്ടിയിട്ടില്ല. Some people are still looking for the book of Joshua. കാരണം ഇതൊന്നും നമ്മൾ നോക്കാറില്ലല്ലോ. Because we don't turn into these anymore. പൊതുവെ സങ്കീർത്തനമാണ് നമ്മുടെ ഇടയിൽ രാജകീയ സ്ഥാനം അലങ്കരിക്കുന്ന പുസ്തകം. It is the book of Psalms that has the royal place for us. സഭായോഗത്തിന് ചെന്നാൽ പാസ്റ്ററുടെ വക എല്ലാ ആഴ്ചയിലും സങ്കീർത്തന ഒരെണ്ണം ഫ്രീ ആയിട്ടുണ്ട്. When you go for the Sunday service, you get a free psalm from the pastor. ഒട്ടുമിക്ക ദൈവമക്കളും സാക്ഷ്യം പറഞ്ഞിരിക്കുമ്പോൾ സന്തോഷിപ്പിക്കുന്ന വാക്യം വായിക്കുന്ന മുഴുവൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന്. അതിന്റെ മനഃശാസ്ത്രം ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. And the majority of people, after they give the testimony, when they speak about the words that gave them joy, they repeat the words from the Psalms. ഒരു വീടിനെ പ്രാർത്ഥിച്ച് കല്ലിടാൻ ചെന്നാലും അവിടെ ഒരു സങ്കീർത്തനം വായിക്കാതിരിക്കത്തില്ല. Even if you go to lay the foundation stone for a house, you will not go without reading a psalm. മരണ വീട്ടിലും സങ്കീർത്തനം ഉറപ്പാണ്. And even in a death at a home where you're doing a funeral service, a psalm is there for sure. പിന്നെ കല്യാണ ശുശ്രൂഷയ്ക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ 45-ാം സങ്കീർത്തനം അന്നേ റിസർവ് ചെയ്ത് വെച്ചേക്കുകയാണ്. And we have already reserved Psalm 45 for wedding times. മൊത്തത്തിലൊരു സങ്കീർത്തനവുമായി ഒരു ബന്ധനമോ നമ്മുടെ ഇടയിലുണ്ട്. And so we have some kind of a bond or bondage to the Psalms. എനിക്ക് തോന്നുന്നു ചില ഈ പുസ്തകം മറിച്ചിട്ട് കുമ്പനാട്ടൊന്നും മേടിച്ച പരുവത്തിലിരിക്കുക, ഇത് കിട്ടുന്നില്ല, പേപ്പർ ഒട്ടിപ്പിടിച്ചിരിക്കുക. I believe that some people, when they're trying to turn the Bibles, it's the same way as the day you bought it. The pages are stuck together, they're not turning. പ്രിയരെ, മുൻവിധി കൂടാതെ ഒരല്പനേരം ഈ തിരുവെഴുത്തൊന്ന് ശ്രദ്ധിക്കണമേ. Without any partiality, let us pay attention to this word of God. കാരണം ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ അന്തരാത്മാവിൽ ശക്തമായി ഇടപെട്ടത് ഇതിനകത്ത് ചില കുടുംബങ്ങൾക്കകത്ത്, ചില വീടുകൾക്കകത്ത് കർത്താവിന് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പദ്ധതിയുണ്ട്. Because what the Spirit of the Lord has powerfully revealed to me is that the Lord has a plan to reveal His glory in some families. അതുകൊണ്ട് മുൻവിധി കൂടാതെ ഈ തിരുവെഴുത്തിനോട് പ്രാർത്ഥനയോടെ നമുക്ക് പ്രതികരിക്കാം. And so without any preconclusions, let us pay attention to this word of God. യോശുവ 16:8-ലും In Joshua 16:8 19:28-ലും and in 19:28, രണ്ട് കാനാവ് നമ്മൾ കാണുന്നു. we can see two Canas. ഒരു കാനാവ് എഫ്രയീം ഗോത്രത്തിന്റെ അവകാശദേശമാണ്. One Cana is the inheritance of the tribe of Ephraim. മറ്റൊരു കാനാവ് ആശേർ ഗോത്രത്തിന്റെ അവകാശദേശമാണ്. And the other Cana is an inheritance of the tribe of Asher. പഴയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ So when you study the geography of the land according to the Old Testament, കാനാവ് രണ്ടുണ്ട്. there were two Canas. ഒരു കാനാവ് എഫ്രയീം ഗോത്രക്കാരുടേതാണ്. One Cana belonged to the tribe of Ephraim. മറ്റൊരു കാനാവ് ആശേർ ഗോത്രക്കാരുടേതാണ്. And the other Cana belonged to the tribe of Asher. പുതിയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ And when you study the geography of the New Testament, ശമരിയയിൽ ഒരു കാനാവ് ഉണ്ടായിരുന്നു. there was a Cana in Samaria.
അത് എഫ്രയീം ഗോത്രക്കാരുടെ അവകാശദേശമായ കാനാവാണ്. And that was the Cana which was of the tribe of Benjamin, Ephraim. എന്നാൽ ഗലീലയിലെ കാനാവ് എന്ന ഗ്രാമത്തിന്റെ ഉടമസ്ഥാവകാശം ഗോത്രാടിസ്ഥാനത്തിൽ പഠിച്ചു വരുമ്പോൾ ആശേർ ഗോത്രക്കാരുടേതാണ്. But the inheritance that the Cana in Galilee received when we study the tribes came to the tribe of Asher. ഗലീലയിലെ കാനാവ് ആശേർ ഗോത്രക്കാരുടെ അവകാശദേശമാണ്. And so the Cana in Galilee belonged to the tribe of Asher. ശമര്യയിലെ കാനാവ് എഫ്രയീം ഗോത്രക്കാരുടെ അവകാശദേശമാണ്. And the Cana in Samaria belonged to the tribe of Ephraim. ഗലീലയിലെ കാനാവ് എന്ന പ്രയോഗം ആവർത്തിച്ചിരിക്കുന്നതിന്റെ അർത്ഥം ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. The children of God may start to understand why the term Cana in Galilee was repeated. ഒരിക്കൽ മാത്രം ഗലീലയിലെ കാനാവെന്ന് പറഞ്ഞ ശേഷം പിന്നീട് ഗലീല പറയാതെ കാനാവെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അഡ്രസ് തെറ്റും. And so once if you say Cana and Galilee, and when it is repeated, if you just say Cana, people may misunderstand the exact location. അതുകൊണ്ട് അഡ്രസ് തെറ്റാതിരിക്കാനും അഡ്രസ് വ്യക്തമാക്കാനും യേശു മഹത്വം വെളിപ്പെടുത്തിയ വീട് ഏതാണെന്ന് വെളിപ്പെടുത്താനുമാ ഈ പ്രയോഗം ആവർത്തിച്ചിരിക്കുന്നത്. And so that the address may not be lost and it may not be mistaken, and that it may be clearly known which house Jesus revealed his glory in, the term Cana of Galilee has been repeated. ഈ ആശയത്തിനകത്ത് അന്തർലീനമായിരിക്കുന്ന അരുളപ്പാട് എന്താണെന്നുള്ളത് ആത്മാവിൽ വചനം ഗ്രഹിക്കുന്ന വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് കാണും. And those who meditate on the word of the Lord in the Spirit, it may have been revealed to them what the importance of this term is. ആളു മാറിയോ കുടുംബം മാറിയോ എന്റെ കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. My Lord does not do anything by mistake in a wrong place or a wrong person's house. എന്ന് പറഞ്ഞാൽ യേശു മഹത്വം വെളിപ്പെടുത്താൻ പ്ലാൻ ചെയ്താൽ ആ വീടിന്റെ കൃത്യമായ അഡ്രസ് എന്റെ കർത്താവിന് നന്നായി അറിയാം. In other words, if Jesus has planned to reveal his glory, he knows the exact address of the place where he plans to do it. വിശാലമായ ഈ ചിക്കാഗോ പട്ടണത്തിൽ നിന്ന് ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങളുടെ അഡ്രസ് മാത്രമല്ല നിങ്ങളുടെ അവസ്ഥയും നന്നായി അറിയാവുന്ന കർത്താവ് വെറുതെ അല്ല ഇവിടെ വെളിപ്പെട്ടു വന്നത്, തന്റെ മഹത്വം വെളിപ്പെടുത്താനാ. And you who dwell in this vast city of Chicago, the Lord not only knows your address, but he knows the exact situation that you're going in, and he has come down here to reveal his glory in you. നഥനയേൽ ഒരിക്കൽ അത്ഭുതത്തോടെ കർത്താവിനോട് ചോദിച്ചു, നീ എന്നെ എവിടെ വെച്ചറിയും? And once Nathanael asked the Lord with surprise, how do you know me? എന്റെ കർത്താവ് പറഞ്ഞത്, നീ മൈലുകൾക്കകലെ അത്തിക്കീഴിലായിരുന്നപ്പോ ഞാൻ നിന്നെ കണ്ടു എന്ന് മാത്രമല്ല, നീ കപടമില്ലാത്ത സാക്ഷാൽ ഇസ്രായേല്യനാണെന്ന് ഞാൻ അറിഞ്ഞു. I saw you when you were far away, when you were sitting under the fig tree. And I also know that you are a true Israelite in whom there is no guile. പുൾപിറ്റിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളെ ആരുടെയും അഡ്രസ് അറിയില്ല, നിങ്ങളുടെ ആരുടെയും അവസ്ഥ അറിയില്ല. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് ഇന്ന് രാത്രി നിന്റെ അവസ്ഥയെ തൊട്ട് ഇടപെടാൻ പോകുകയാണ്. We who are standing on the pulpit do not know your address or your exact situation, but the Lord who has eyes like flaming fire knows your situation, and he's going to touch you there. അവസ്ഥ അറിഞ്ഞ് ആ സങ്കടത്തിന്റെ മേൽ മഹത്വം വെളിപ്പെടുത്താൻ മനസ്സുള്ള എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ ആത്മാവിൽ അനുഭവിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. I stand here experiencing in the spirit the presence of my Lord, who not only knew the situation but wanted to reveal his glory there. പ്രിയരേ, ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ യോഗത്തിന്റെ നിയന്ത്രണം മാറാനാഥ ഫെലോഷിപ്പിനല്ല, നമ്മുടെ യോഗത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. Dear children of God, the leading of our meeting here today is not Maranatha Prayer Fellowship, but it is in the hands of the Holy Spirit.
അപ്പൊ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ വീടെന്ന് പറയുന്നത് ആശേർ കുടുംബത്തിലെ ഏതോ ഒരു തലമുറയുടെ വീടാണ്. And so the house in which Praise the Jesus Lord. revealed his glory was of the tribe of Asher. ആശേർ കുടുംബത്തിലാണ് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് എന്ന് നാം ചിന്തിക്കുമ്പോൾ When we study that Jesus revealed his glory in a house of the tribe of Asher, ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുന്നത് ഈ വിഷയം ചിന്തിക്കാൻ നമ്മെ സഹായിക്കും. and it'll help us to study this topic if we understand which house. നമുക്ക് ഈ ആശേർ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. Let's try to understand which family this is. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 20 വാക്യം. Genesis 49 verse 20. ആ, ആശേറോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. Bread from Asher Yes, shall Lord. be rich, and he shall yield royal dainties. നമ്മൾ ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. We are going to get introduced to this family, കുടുംബത്തെ പരിചയപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. and everybody likes to meet a family. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ ഈ കുടുംബം പറച്ചിൽ ഇച്ചിരി കൂടുതലാണ്. And sometimes I feel that in our midst we talk a lot about family. പ്രിയരെ, ജനനം ഇന്ത്യയിലാണെങ്കിൽ കുടുംബം സംബന്ധിച്ച് അധികം പറയാതിരിക്കുന്നതാ ഇപ്പോൾ ഉള്ള വില പോകാതിരിക്കാൻ നല്ലത്. If you are born in India, it is better not to talk about your family now. ഞാൻ PDC കംപ്ലീറ്റ് ചെയ്തതല്ല, കാരണം അത്രയ്ക്ക് മിടുക്കനായ ഒരു പഠിത്തക്കാരനായിരുന്നു ഞാൻ. I never completed my studies because I was that good at studies. 9 മാസമേ ഞാൻ PDCക്ക് പോയുള്ളൂ. I went to 11th grade for just 9 months. തേർഡ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത്. I took the third group. പഠിക്കാൻ മണ്ടന്മാരായ ആൾ എടുക്കുന്ന ഒരു ഗ്രൂപ്പായി തേർഡ് ഗ്രൂപ്പ് എന്ന് പറയും. And the third group is usually people who are weak in studies. The kids who are weak in studies pick that. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാ, തേർഡ് ഗ്രൂപ്പ് എടുത്തവരാരും എന്നെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാ. I'm just talking about myself. Anyone who's here from the third group, don't come and hit me. തേർഡ് ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ കുറേ എസ്സേ കാണാതെ പഠിച്ചാൽ തേർഡ് ഗ്രൂപ്പ് ജയിക്കാം. The third group, if you just study some essays, you'll be able to pass it. തേർഡ് ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. And one of the important papers in the third group is Indian history. ഇന്ത്യ ഈസ് എ ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും വായിച്ചവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കുടുംബം പറച്ചിൽ ഇന്ന് നിർത്തും. If there is anyone here who has read that paper about Indian history at least once, you'll stop talking family traditions. ചിലർക്ക് വേറെ ഒന്നും പറയാനില്ല. ചിലർ പറയുന്നത് പാസ്റ്റർ ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. Some people have nothing else to say. The only thing they say is, Pastor, you may have heard about our family. ഞങ്ങളുടെ ഈ അമ്പാട്ട് കുടുംബം എന്ന് പറയും. And we are called the Ambat family. മനസ്സിലായി ഏത് കുടുംബമാണെന്ന്. I understand what family you're from now. ആര്യ ദ്രാവിഡ സംസ്കാരമാ പ്രിയരെ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം. The culture of India is the Arya Dravidian culture. കൃപയിലേക്ക് വന്ന ഒരു വിശുദ്ധൻ കുടുംബ പാരമ്പര്യം പറയുന്നത് തെറ്റാണ്. Anyone who has been saved and come into the Amen. grace, it is wrong talking about family history. ചിലരെന്നെ കണ്ണുവഴിച്ച് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. Some people are looking, staring at me. ചിലര് പിടിച്ചു നിൽക്കുന്നത് തന്നെ കുടുംബപ്പേര് പറഞ്ഞാ. Some people are able to stand just because of the family name. നിങ്ങൾ ഈ കുടുംബചരിത്രം വായിച്ചിട്ടുണ്ടോ? Have you studied the history of the families? നമ്മുടെ 25 അപ്പന്മാരുടെ പുറകിലുള്ള അപ്പന്റെ പേര് ആരെങ്കിലും എഴുതി കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കുടുംബചരിത്രത്തിൽ? As anyone, when studying your family histories, have you seen the name of 25 generations ago, the father's name? 5 6 അപ്പന്മാരുടെ പേരെ എല്ലാ ചരിത്രത്തിനകത്തും ഉള്ളൂ. In every history, you'll be able to go back only 5 or 6 generations. ഇതിപ്പോ 2014 ആണല്ലോ. This is 2014 now. അപ്പൊ 25 അപ്പനൊന്നും അല്ല, അതിന്റെ പുറകോട്ട് ഒത്തിരി അപ്പന്മാരുണ്ട്. And so not just 25, you've got more generations beyond that. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു അപ്പൻ നിൽക്കുന്നത്. And that is why you have a father like this standing here today. 25 അപ്പന്റെ പുറകിലുള്ള അപ്പന്റെ പേര് അന്വേഷിച്ച് കണ്ടെത്തി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് എന്നെ ഒന്ന് കണ്ടേച്ചേ പോകാവൂ. And if there is anyone here who has looked back 25 generations and know the name of your father, you should meet me before the end of the meeting. ഒരു മനുഷ്യനും അറിയത്തില്ല. No man knows that. അന്വേഷിക്കാൻ പോകാതിരിക്കട്ടെ.
And I pray that you don't go try finding ചിലപ്പോൾ that. ആ അപ്പന്റെ പേര് നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച് പുറകോട്ട് പോയാൽ കിറുമ്പൻ ആയിരിക്കും പുള്ളിയുടെ പേര്. And according to the history of India, if you go backward and look, his name may be Kurumban. ഈ കുടുംബ പാരമ്പര്യം പറയിപ്പിച്ച് ദൈവസഭകളിൽ ഉച്ചനീചത്വം സൃഷ്ടിച്ച് വർഗീയതയുടെ വിഷവിത്ത് വിതയ്ക്കുന്ന അഹങ്കാരികളായ വിശുദ്ധന്മാരെ കൊണ്ട് ഇന്ന് സഭകൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വേദനയോടെ ദൈവമക്കൾ കാണേണ്ട സത്യമാണ്. With pain, the children of God Praise should the see Lord. the truth that today churches are filled with believers who are puffed up with pride, talking about family history, and are sowing the seeds of strife and dissension. പിണങ്ങൊന്നും ചെയ്യരുതേ പ്രിയരെ. Don't be offended with me. നമ്മൾ മാനസാന്തരപ്പെട്ടതാണെങ്കിൽ എല്ലാ മേഖലകളിലും മാനസാന്തരപ്പെട്ടിരിക്കണം. If we have accepted repentance, we should have repented in every realm. എന്നോട് ചിലര് കല്യാണാലോചനയൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, When weddings come, people have told me, പക്ഷെ ഈ നരണംകാരാണെങ്കിൽ നമുക്ക് വേണ്ട കേട്ടോ. Pastor, if it is people from the place Naranam, we don't want them. ഞാൻ എന്താ കാര്യം? And I asked, what is the reason? അവർ മിക്കവരും താറാവിനെ വളർത്തുന്നവരാ. Most of them grow ducks. താറാവിന്റെ മുട്ട പുള്ളിക്ക് വേണം, പക്ഷെ താറാവിനെ വളർത്തുന്നവരെ പുള്ളിക്ക് വേണ്ട. He likes the egg of the duck, but he doesn't like people who grow the ducks. ഞാൻ ഇത് പറഞ്ഞ ഒരു അച്ചായനെ ഇപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ട്. And I remember one Achayan who told me this even now. ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച 25,000 രൂപയുടെ പട്ടി പുള്ളിയുടെ വീട്ടിലുണ്ട്, പുള്ളി വളർത്തുന്ന പട്ടി. And he has a dog that he bought with 25,000 rupees from Bangalore. 25,000 രൂപയുടെ പട്ടിയെ വളർത്തുന്ന ഈ കാരണവരെക്കാട്ടിൽ എത്രയോ ഭേദവാ മുട്ട തരുന്ന താറാവിനെ വളർത്തുന്ന നിരണംകാർ. And people from Niranam who grow the ducks that at least give you eggs, they are far better than this person. നിരണംകാരും പിണങ്ങരുത് കേട്ടോ. And let not Niranam people get offended with me. ഞാൻ ഒരു ആശയം പറഞ്ഞതാ. I was just giving an example. 10-30 വർഷമായി സഭാ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. I am a minister who's been in the church ministry for the last 30 years. സഭകളിൽ ഐക്യതയുടെ ആത്മാവ് വ്യാപരിക്കുന്നതിന് ഒരു തടസ്സം അനാവശ്യമായ പാരമ്പര്യ പ്രശംസയാണെന്ന് ഞാൻ പറഞ്ഞാൽ ആ പാപത്തിനെതിരെ യുദ്ധം ചെയ്യാൻ കാഴ്ചപ്പാടുള്ള അഭിഷക്തന്മാരും വിശുദ്ധന്മാരും എഴുന്നേൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. If I say that one of the obstacles of the children of God being united is the talking of family history and tradition, then the children of God should be able to stand up against that. കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ വിരുന്നൊരുക്കി വിളിച്ചപ്പോ പോയി കഴിച്ച കർത്താവിന്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മുടെ ഇടയിലെ വിഭാഗീയതകൾ തകരട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ രാജ്യത്ത് നിൽക്കാം. വലിയ ദൈവ പ്രവർത്തിക്കായി നമുക്ക് ഒരുങ്ങാം ഈ ദിവസങ്ങളിൽ. If we are children of the Lord who went to the house of a leper when he was called to have lunch there, then let us give away all the family histories and dissensions and divisions in our midst. ആശേർ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. Let's get introduced to the family of Asher. ഈ കുടുംബത്തിലാണ് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയെന്ന് ചിന്തിക്കുമ്പോൾ When we think that Jesus revealed his glory there, എന്താണ് ആശേർ കുടുംബത്തിന്റെ പ്രത്യേകത? what is the peculiarity of the family of Asher? അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്. Bread from Asher shall be rich. രണ്ടാമത്തെ പ്രത്യേകത, And the second specialty, രാജകീയ സ്വാദുബോധനം നൽകുന്നു. he shall yield royal dainties. ഇങ്ങനൊരു കുടുംബത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you seen a family like this? ഇവര് കഴിച്ചാൽ പുഷ്ടിയുള്ളതേ കഴിക്കത്തുള്ളൂ. What they eat is rich food. പുഷ്ടിയുള്ളത് കഴിക്കുമെന്ന് പറഞ്ഞാൽ വിറ്റാമിനുള്ള പ്രോട്ടീൻസ് ഉള്ള ഗുണമുള്ള, എൻ്റെ ഭാഷ പറഞ്ഞാൽ കൈയടിച്ചാൽ ശബ്ദം കേൾക്കത്തക്ക നിലയിൽ ആരോഗ്യം ലഭിക്കുന്ന ആഹാരമേ ഈ കുടുംബക്കാർ കഴിക്കൂ. And in other words, they eat food that is good in nutrients, full of vitamins. In my language, they eat the kind of food that when you clap your hands, you're able to make some noise. അങ്ങനെ പറയാൻ കാര്യം നമ്മുടെ ആളുകളൊക്കെ നന്നായി കഴിക്കുന്നുണ്ടെങ്കിലും കൈയടിക്കുന്ന ശബ്ദം കേൾക്കത്തില്ല. The reason I said that is although people eat well, when they clap hands, no sound comes out. നമ്മുടെ പല രോഗങ്ങളും മാറും പ്രിയരെ. ഇതൊരു പുതിയ തിയോളജി ആയിട്ടൊന്നും ആരും കാണരുത്. എൻ്റെ കുടുംബത്തിൽ ഞങ്ങളത് അനുഭവിച്ചിട്ടുള്ളവരാ. കരങ്ങളടിച്ച് ശക്തിയോടെ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് പരിചയിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം.
And our tradition is a tradition of experiencing, worshiping the Lord Amen. by clapping our hands and worshiping Him mightily. ഇപ്പോ സൗകര്യങ്ങളും ചുറ്റുപാടുമൊക്കെ കൂടിയപ്പോ കയ്യടി ഔട്ട് ഓഫ് ഫാഷനായി മാറി തുടങ്ങിയിട്ടുണ്ട്. And now when people have prospered and situations have changed, clapping of hands has gone out of fashion. ഞങ്ങളെപ്പോലെ കുറച്ച് സീനിയോറിറ്റി ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പദവിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കൈ അടിക്കാനേ പാടില്ല. And if you have some seniority like us, and if you have some position, then you should never clap your hands. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. I'm talking about myself. കാരണം ചിലർ വിചാരിക്കുന്ന ഈ സീനിയോറിറ്റി തെളിയിക്കുന്നത് അനങ്ങാതിരുന്നോണ്ടാണെന്നാ. And some people believe that you prove your seniority by staying Amen. without moving. എല്ലാരും അനങ്ങുമ്പോ അനങ്ങാതിരിക്കുന്ന വേറെ ഏതാണ്ട് അസുഖം അത്. And when everybody else is moving, if you do Hallelujah. not move, you have some other sickness. ദൈവമക്കളെ, പരിസരം മറന്ന് ശബ്ദമുയർത്തി തുള്ളിച്ചാടി ആരാധിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. We have a tradition where we forget our Praise the Lord. surroundings, we jump up and clap our hands and praise the Lord. നമ്മുടെ ആരാധനകളിൽ പരിധിയും പരിമിതിയും വെക്കാതെ ആത്മാവിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ. And let there be opportunities that we have no limitations, but we will be able to worship the Lord in spirit and truth. ഈ കുടുംബക്കാർ പുഷ്ടിയുള്ളത് കഴിക്കുമെന്ന് എഴുതിയേക്കുന്നത്. It is written here that this family eats rich food. നല്ല ഗുണമുള്ള ആഹാരമേ ഇവർ കഴിക്കൂ. They eat food that is good in nutrients. എന്നാ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, But the greatest specialty, മറ്റുള്ളവർക്ക് ഇവർ വീട്ടിൽ ഫുഡ് അറേഞ്ച് ചെയ്താൽ if they arrange food for other people, അതിനെ വിളിച്ചിരിക്കുന്നത് രാജകീയ സ്വാദുബോധനം നൽകുമെന്ന്. it is called their royal dainties. എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ, വിരുന്നുകാരുണ്ടെങ്കിൽ സാധാരണ അവര് കഴിക്കുന്ന ആഹാരമല്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. രാജാവിൻ്റെ ഭക്ഷണമേശയിൽ വിളമ്പുന്ന രാജകീയ സ്വാദുഭോജനമാ ഇവർ മറ്റുള്ളവർക്ക് വിളമ്പുന്നത്. What it means is that if they have a guest in their house, the Amen. food that they serve for them is not the same food that they eat, but this is the kind of food that is fit for a king. Amen. The royal dainties is what they serve their guests. നല്ലത് കൊടുക്കുന്നത് ഒരു നല്ല പാരമ്പര്യമാണ്. It is a good tradition that you give Praise what the is Lord. good. ദൈവമക്കളെ, ഒരു സ്തോത്രം ദൈവസന്നിധിയിലിരുന്ന് പറഞ്ഞാലും അത് നല്ലതായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. Even if you say a praise the Lord in the presence of the Lord, let it be a good one and let it be said well. നമ്മുടെ കേരളത്തിൽ ചില വീടുകളിൽ ചായ കുടിക്കാൻ ചെന്നാലേ If you go to some houses to drink tea in Kerala, ചായക്കകത്ത് ഇറങ്ങിയേച്ച് കയറി പോന്നാലും നമുക്കൊന്നും പറ്റുകയില്ല. even if you get into the tea and come out, nothing harm will come on you. ചായ നല്ലതാണോ എന്നറിയാൻ To know if the tea is good, വീട്ടുകാർ കാണാതെ വിരൽത്തുമ്പ് ചായക്കകത്ത് മുക്കണം. without the people of the house seeing, you should dip your finger in the tea. തിളച്ച ചായക്കകത്ത് വിരൽ മുക്കരുത്. Don't dip it in boiling tea. എൻ്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഓർത്തതാ. I just remembered something my mother told me. വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചൂണ്ടുവിരൽ ഫ്രീയാ. ചായ ഗ്ലാസ്സിൽ പിടിച്ചാലും ചൂണ്ടുവിരൽ ഫ്രീയാ. When you're talking with them, when you're holding the cup, your index finger is free. മെല്ലെ വിരൽത്തുമ്പ് പൊക്കിയിട്ട് വീട്ടുകാർ മുക്കിയിട്ട് പൊക്കി നോക്കണം. You should, without the family seeing it, you should dip your index finger in the tea and lift it up. ചായക്കകത്ത് മുങ്ങിയ അത്രയും ഭാഗത്തിന് വിരലിന് ചായയുടെ നിറമുണ്ടെങ്കിൽ അതാണ് ഒറിജിനൽ ചായ. The portion of your finger that got dipped, if it has the color of the tea around that portion, then that is the correct tea. അടുത്ത കാലത്തെങ്ങാണ് അങ്ങനെ ഒരു ചായ കുടിച്ചിട്ടുണ്ടോ? Have you ever drunk a tea recently like that? ഞാൻ ഈ കുടുംബക്കാരെ കുറിച്ചൊന്ന് പറഞ്ഞതാ കേട്ടോ. I was just talking about this family. വല്ലതും കഴിക്കുകയാണെങ്കിൽ ഇവിടെ പോയി കഴിക്കണം. If you want to eat something, you should go to this house. നമ്മളും നോക്കി വെച്ചിട്ടുണ്ടല്ലോ ചില കടകൾ ഇവിടെ. And we have laid eyes on some stores here. ഇന്നലെ തമ്പിച്ചാൻ എന്നെയും കൊണ്ടൊരു കടയിൽ പോയി. ഇവിടെ പല കടയുണ്ട്. പാസ്റ്റർ എന്നാ ഇവിടുന്ന് ഒന്ന് കഴിച്ചു നോക്കെന്ന് പറഞ്ഞു. കഴിച്ചതിൻ്റെ ഒരു ഇപ്പോഴും എൻ്റെ വായിന്ന് പോയിട്ടില്ല. Yesterday, Thambichan took me to a restaurant and he said there are many restaurants here, but Pastor, you should try from here. ഞാൻ പറഞ്ഞത് നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുടെ കൃത്യമായ അഡ്രസ്സും ഇമെയിൽ അഡ്രസ്സും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. What I'm trying to say is that restaurants that serve good food, we have their exact address and details. അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയ, പോകാൻ പറ്റിയ, സഹകരിക്കാൻ പറ്റിയ നല്ല പാരമ്പര്യമുള്ള കുടുംബമാണ്
ആശേറിന്റെ കുടുംബം. And likewise, a good family that is worthy of meeting, that is worthy of going to, is the Amen. family of Asher. പുഷ്ടിയുള്ളത് കഴിക്കുന്ന കുടുംബം, A family that eats rich food, രാജകീയ ഭോജനം കൊടുക്കുന്ന കുടുംബം. a family that gives royal food. ഇനി വേണം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരാൻ. And now we should come back to John chapter 2. എല്ലാ ദൈവമക്കളും ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. Let us all pay attention to that portion again. സമൂഹത്തിൽ ഒരു നല്ല പാരമ്പര്യം ഈ കുടുംബത്തിനുണ്ട്. This family has a good tradition in society. ഇവരേത് സമുദായത്തിലായാലും അവർ നിൽക്കുന്ന സമുദായത്തിലും ഈ കുടുംബത്തിന് ഒരു നല്ല മാന്യതയുണ്ട്. Whichever background they were in, wherever they had, this family had a great honor. ആശേർ കുടുംബം ഉൾപ്പെട്ടു നിൽക്കുന്ന സമുദായക്കാർ ഒരേ സ്വരത്തിൽ പറയും, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. And all the people of the tribe of Asher will tell in one voice that this is a blessed family. കാരണം അവർ കഴിച്ചാൽ പുഷ്ടിയുള്ളതേ കഴിക്കൂ. Because if they eat good food. കൊടുത്താൽ രാജകീയ ഭോജനമേ കൊടുക്കൂ. If they give, they will give only royal food. നല്ല പേരുള്ള കുടുംബം, A family with a good name. നല്ല പെരുമയുള്ള കുടുംബം, A family that has a high status. നല്ല പാരമ്പര്യമുള്ള കുടുംബം, A family with a good tradition. സമൂഹത്തിലും സഭയിലും സമുന്നതരായ കുടുംബം. A family that is elated in society and in the church. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം പഠിക്കുമ്പോൾ But when we study John chapter 2, ഈ കുടുംബം ഇപ്പോൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുകയാണ്. this family is now going Amen. through a problem. പുറമേ നോക്കുമ്പോൾ ആശേർ കുടുംബത്തിന് ഒരു കുഴപ്പവുമില്ല. From the outside, when you look at it, the family of Asher has no problem. സമൂഹത്തിലുള്ളവർക്കോ സമുദായത്തിലുള്ളവർക്കോ ആശേർ കുടുംബം ഒരു പ്രശ്നത്തിലാണെന്ന് അറിയില്ല. The people in the community or Oh, society, when hallelujah. they look at this family of Asher, they do not know that there's a problem inside. എന്നാൽ ഈ ആശേർ കുടുംബത്തിന്റെ വിരുന്നു വീടിനകത്തേക്ക് നമ്മളൊന്ന് കയറി നോക്കിയാൽ, But if you will enter into this Oh, house of hallelujah. wedding in Asher, ആ കലവറക്കകത്തേക്കൊന്ന് കയറി നോക്കിയാൽ, if you'll go into their barn house, അവിടെ ഒരു വലിയ ഇല്ലായ്മയെ അവര് നേരിടുകയാണ്. you can see that they are facing a great void there. വിളിച്ചു വരുത്തിയവർക്ക് പോലും കൊടുക്കാൻ വീഞ്ഞില്ലെന്നുള്ളതാ ഈ രാജകീയ ഭോജനം കൊടുക്കുന്ന കുടുംബത്തിന്റെ പ്രശ്നം. And the problem of this Praise family the that gives Lord. royal food is that Amen. even for the guests who have been invited, they do not have wine to give Amen. them. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് കുടുംബങ്ങളെയും ഹൃദയങ്ങളെയും വിവേചിച്ച് സംസാരിക്കുന്നു. The Holy Spirit is understanding Praise the Lord. hearts and families and speaking tonight. മനോഹരമായ പാർപ്പിടങ്ങളിൽ വസിക്കുന്നു എങ്കിലും, Although we have dwell in good houses, നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നെങ്കിലും, even though we use good vehicles, മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായി ജീവിക്കുന്നു എങ്കിലും, even though you live honorably in front of other people, ഉള്ളിന്റെ ഉള്ളിൽ നീ ഞരങ്ങുന്ന ചില വിഷയങ്ങളുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നു. the Holy Spirit is revealing Oh, tonight praise that the in the Lord. heart of hearts there's a problem in which you are distressed. കൈയടിക്കുന്നുണ്ടെങ്കിലും പാട്ടുപാടുന്നുണ്ടെങ്കിലും സഹകരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ തേങ്ങുന്ന ചില ആത്മാക്കളെ, ഇതിനൊരു പരിഹാരമുണ്ടോ കർത്താവേ എന്ന് ചിന്തിക്കുന്ന ഹൃദയങ്ങളെ ദൈവാത്മാവ് ഈ വചനത്തിന്റെ കണ്ണാടിയിലൂടെ കാണുന്നു. Although you are getting along well with society and with others, the Lord, Spirit of the Lord Amen. is seeing hearts that are agonizing inside, wondering if there's a solution to this problem. നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഞെരുങ്ങുന്ന ആ വിഷയത്തിന്റെ മേലാണ് ഇന്ന് രാത്രി എന്റെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നത്. Whatever be the problem or sorrow in your deepest heart, that Lord is the one who is going to reveal His glory on top of that situation. നമുക്കെല്ലാവർക്കും അറിയാം അവിടെ നടന്ന സംഭവം. We all know what took place there. ഈ വീട്ടുകാരെ ഏറ്റവും മാന്യരായിരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവ് ഈ അധ്യായത്തിൽ തന്നെ ഞാൻ കണ്ടത്. In this chapter itself, one great proof that I saw that this was an honorable family. വീഞ്ഞില്ല എന്ന വിവരം യേശുവിനോട് പറയാൻ വന്നത് യേശുവിന്റെ അമ്മ മറിയയാണ്.
It was Jesus' mother who came to tell Jesus that there was no wine. കാരണം വിരുന്നു പന്തലിലിരിക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് മുഖം കാണിക്കാൻ പോലും കഴിയാതെ അപമാനം നിമിത്തം അഭിമാനമുള്ള ഈ കുടുംബാംഗങ്ങൾ പുറത്തിറങ്ങാതെ അകത്തൊതുങ്ങിയിരിക്കുന്ന സമയമാ, കൃത്യമായി ശ്രദ്ധിച്ചാൽ. Because if we pay attention, we'll Praise understand the Lord. that his family members, because of their honor Yes. and because of the shame that they're going through, they were not able to come out to face Jesus. ഒരു തലമുറയുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഈ കുടുംബം നേരിടുന്ന പ്രതിസന്ധിക്ക് എങ്ങനെ ഒരു പരിഹാരം കാണുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തെയാ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. In relation to the future of a Hallelujah. generation, we can see a family Amen. who are worried, seeing the situation that they are facing and do not know how to solve it. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയട്ടെ, സഹോദര, നീ വെറുതെയല്ല ഇന്ന് രാത്രി ഈ യോഗത്തിൽ വന്നത്. നിന്റെ പ്രശ്നം എന്റെ കർത്താവിന് നന്നായിട്ട് മനസ്സിലായി. അതിന്റെ മേൽ അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവാ. Let me call out in the spirit, brother. It is not hallelujah. just for anything that you came to this meeting, but the Lord Amen. knows the situation that you're going through, and He is going to reveal His glory on it. വിവരം യേശുവിനെ ധരിപ്പിച്ചു. And they let Jesus know. വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുവിനെ ധരിപ്പിക്കണം. And if you have any matter, you should let Jesus know. മറ്റുള്ളവരുടെ തകർച്ച അറിയിക്കുന്നത് പത്രങ്ങളിലൂടെയല്ല, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചോ മറ്റുള്ളവരുടെ അഭിവൃദ്ധിയെക്കുറിച്ചോ മറ്റുള്ളവരുടെ ആത്മീയ അപജയത്തെക്കുറിച്ചോ ഒക്കെ പറയാനാ പത്രങ്ങൾ ഉപയോഗിക്കേണ്ടത്. And you do not tell about Amen. the failures of other people through newspapers. That is used only to say about the prosperity or the success that they've had. Amen. ഇന്നൊരാളിനെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ, ഇന്നൊരാളിനെ കരിതേക്കാൻ തീരുമാനിച്ചാൽ, വിശുദ്ധന്മാരുടെ കൈകളാൽ നടത്തപ്പെടുന്ന മാധ്യമങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വേദനയോടെ ഒരു സുവിശേഷകൻ വിളിച്ചു പറയുക ഇന്ന് രാത്രി. Let me call out with pain that many Hallelujah. newspapers that are run by Christian organizations are Amen. used to bring people down in shame. ദൈവത്തിന് മഹത്വമുണ്ടാകാത്തതൊന്നും എഴുതരുത്. Whatever does not bring glory to God should not be written. ദൈവത്തിന് മഹത്വമുണ്ടാകാത്തതൊന്നും ചെയ്യരുത്. You should not do anything that does not bring glory to God. ദൈവസഭയ്ക്ക് കേടുണ്ടാക്കുന്നതൊന്നും ചിന്തിക്കുക പോലും അരുത്. You should not even think anything that brings harm to the church of God. വിവരം യേശുവിനോട് പറഞ്ഞു. They told the matter to Jesus. എന്താ മറിയ പറഞ്ഞത്? What did Mary say? അവർക്ക് വീഞ്ഞില്ല. They ran out of wine. യേശു എന്താ പറഞ്ഞത്? What did Jesus say? മറിയ തിരിച്ചു നടന്നപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശുശ്രൂഷക്കാരോട് പറഞ്ഞു. When Mary walked back, she specifically told something to the servants. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. If he says anything, do accordingly. അപ്പോൾ ഈ അഭിമാനമുള്ള അന്തസ്സുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിൽ അവൻ എന്തെങ്കിലും കൽപ്പിക്കും എന്നുള്ളതാണ് മറിയ പറയുന്നത്. And so what Mary is Praise the Lord. saying, in this family that has honor and that has a status, he is going to say something to do. അവൻ കൽപ്പിച്ചാൽ അത് ചെയ്യാൻ മറിയ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? What is the meaning of Mary telling them whatever he says, do it? പ്രതിസന്ധിയിലായ ഈ കുടുംബത്തെ സഹായിക്കാൻ എനിക്കാവില്ല. This family that is in a problem, I cannot help you. ഇത് മറിയ വ്യക്തമാക്കിയ സത്യമാ. This is the truth that Mary clearly told them. പ്രതിസന്ധിയിൽ നിന്ന് ആത്മാക്കളെ സമുദ്ധരിക്കാൻ യേശുവിന്റെ അമ്മയാണ് ഞാനെങ്കിലും എനിക്കാവില്ല, പക്ഷേ അവനെ കൊണ്ടാവും. Even though I'm the mother of Praise. Jesus, I'm not able to save souls from destruction. He is Amen. the one who is going to be able to do it. മറിയ പോലും പറഞ്ഞു, വിടുതലിന്റെ ഉടമസ്ഥത രക്ഷകനായ യേശുവിൽ മാത്രമാണ്. Even Mary said that there is no deliverance in me, it is only in Jesus that there is salvation. യേശു കൽപ്പിച്ചു ശുശ്രൂഷക്കാരോട്, Jesus commanded the servants, ഈ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പി. fill these water pots with water. അവർ കോരി നിറച്ചു. They filled them up. കോരാനല്ല കൽപ്പന, The command was not to draw the water, കോരി നിറപ്പീനെന്ന കൽപ്പന. but the command was to draw and fill the water pots. കൽപ്പന ശ്രദ്ധിച്ചാൽ
കൽപ്പിച്ചവന്റെ സ്വഭാവം കൃത്യമായി ദൈവമക്കൾക്ക് മനസ്സിലാവും. If you pay attention to the Amen. command, you will understand clearly the character of the one who commanded. നിറപ്പീൻ എന്ന് കൽപ്പിച്ചതിന്റെ അർത്ഥം അവൻ നിറയ്ക്കുന്നവനാണ്. The meaning Putra. behind him saying fill is that he is the one who fills you. പടക് രണ്ടും മുങ്ങാറാകുവോളം അവൻ നിറച്ചവനാണ്. He is the one who filled Oh, the boat so hallelujah. that they were almost sinking. 12 കോട്ടയപ്പം അവൻ നിറച്ചെടുത്തവനാണ്. He is the one who filled up 12 extra baskets of bread. 7 വട്ടി അപ്പം അവൻ നിറച്ചവനാണ്. He is the one who filled out 7 baskets of bread. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പഠിക്കുമ്പോ When you study Acts chapter 2, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. it is written there that the house in which they were sitting were filled. അപ്പൊ പടക് നിറയ്ക്കുന്നവൻ, കൊട്ട നിറയ്ക്കുന്നവൻ, വട്ടി നിറയ്ക്കുന്നവൻ, വീട് നിറയ്ക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാണ്. So the one who fills your Oh, boat, the one who hallelujah. fills your baskets, the one who fills your vessels, and the Amen. one who fills your house is here in our midst tonight. കുറവുകളുടെ നടുവിൽ ഒരു നിറവ് പ്രതീക്ഷിക്കുന്ന സകല ദൈവമക്കളും അതരം തുറക്കാൻ തയ്യാറായാൽ വാഗ്ദത്തമുണ്ട്. നിന്റെ വായ നീ തുറന്നാൽ ഞാൻ നിറയ്ക്കാമെന്ന വാഗ്ദത്തം. In the midst of your infirmities, Praise, the praise, one who is praise. able to fill it is here, and the children of God believe that there is a promise. You open your mouth and I shall fill it. രണ്ടാമത്തെ കൽപ്പന കോരി വിരുന്നുവാഴിക്ക് കൊടുപ്പീനെന്ന. And the second command was to take up and give to the master of the feast. ഈ സന്ദേശം അവസാനിപ്പിക്കേണ്ട സമയം സംഘാടകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. The organizers have told me when to end the meeting. ഒരു 2-3 മിനിറ്റുകൾ കൂടെ എന്റെ സമയം മുമ്പിലുണ്ട്. I have 2 or 3 more minutes before me. എല്ലാ ദൈവമക്കളും ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. Let everyone pay attention to this portion. വിരുന്നുവാഴി രുചി നോക്കിയിട്ട് After the master of the feast tasted it, മണവാളനെ വിളിച്ചു. he called the bridegroom മണവാളനോട് ചോദിച്ചു, and he asked the bridegroom, ഇത്രയും നല്ല വീഞ്ഞ് എവിടെയായിരുന്നു? where was this good wine till now? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? What is the meaning of that question? വിരുന്നുവാഴിയുടെ ചോദ്യമാണ്. It is the question of the master of the feast. എന്ന് പറഞ്ഞാൽ വിരുന്നിന്റെ ചുമതല യേശുവിനല്ല വീട്ടിൽ. Now, in other words, the responsibility of the feast was not with Jesus. വിരുന്നിന്റെ ചുമതല യേശുവിനല്ല, The responsibility of the feast was not with Jesus. വിരുന്നുവാഴിക്ക. It was for the master of the feast. വിരുന്നുവാഴി ഈ വീഞ്ഞ് രുചിച്ചിട്ട് After the master of the feast tasted the wine, മണവാളനെ വിളിച്ച് ചോദിച്ചതിന്റെ അർത്ഥം, the meaning of him asking the bridegroom, ഇപ്പം ഞാൻ രുചിച്ച വീഞ്ഞ് the wine that I tasted now, സാധാരണ വീടുകളിൽ വിളമ്പുന്ന വീഞ്ഞല്ല. it is not the wine that we get ordinarily in houses. കാരണം എല്ലാ ടൈപ്പ് വീഞ്ഞിന്റെയും രുചി അറിയാവുന്ന ഒരാളെ ആ വീട്ടിലുള്ളൂ. Because there is only one person in that house who knows the taste of every kind of wine. അത് കാറ്ററിംഗ് സർവീസ് നടത്തുന്നയാളാണ്. വിരുന്നുവാഴിയാണ് എല്ലാ വീഞ്ഞിന്റെയും രുചി അറിയാവുന്നയാള്. It is a person who's running the catering service or the master of the feast who knows that. അതുകൊണ്ട് അത് കോരി വിരുന്നുവാഴിക്ക് തന്നെ കൊടുക്കാൻ യേശു കൽപ്പിച്ചതും. And that is why Jesus commanded them to draw it and give it to him. വിരുന്നുവാഴി പറഞ്ഞതിന്റെ അർത്ഥം ഇത് വീടുകളിൽ വിളമ്പുന്ന വീഞ്ഞല്ല. The meaning of the Amen. master of the feast is that this is not wine that's served in houses. അതിനകത്ത് വലിയൊരു മർമ്മം ദൈവാത്മാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. There's a great mystery that the Spirit has hidden in it there. ഇപ്പം ഞാൻ രുചിച്ച വീഞ്ഞ്, The wine that I tasted now, രാജാക്കന്മാരുടെ ഭക്ഷണമേശകളിൽ മാത്രം വിളമ്പുന്ന റോയൽ വൈനാണ്. it is a royal wine that is served Yes. only on the tables of kings. എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഭോജനമല്ല, ഇത് രാജകീയ സ്വാദുഭോജനമാണ്. In other words, this is not ordinary food, but this is a royal dainty. ഇവിടെയാണ് ദൈവമക്കൾ നമ്മുടെ കുറിവാക്യത്തിന്റെ മഹത്വം ശ്രദ്ധിക്കേണ്ടത്. This is where the children of God should give importance to our first core verse. രാജകീയ സ്വാദുഭോജനം കൊടുക്കുന്ന കുടുംബമാണ് ആശേർ കുടുംബം. Asher family is a Amen. family that gives royal food. എന്നാൽ അത് കൊടുക്കാൻ ഇല്ലെന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ പ്രശ്നം. And the problem of the family was that they did not have it to give. എന്നാൽ രാജാതി രാജാവ് തന്റെ കരമാ വീട്ടിൽ ചലിപ്പിച്ചപ്പോൾ
വന്നപ്പോൾ രാജകീയ ഭോജനം തന്നെ അവിടെ വിളമ്പി. But when the King of Kings moved his Amen. hand in that house, he served royal food there. ഇങ്ങനെ എന്റെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. This is how my Lord manifested his glory. അങ്ങനെയാണെങ്കിൽ നിന്റെ ഏത് പ്രശ്നത്തിന് അവൻ പോരാത്തവൻ? If that is so, for which Amen. problem of yours is he not sufficient? നീ ഞരങ്ങുന്ന സകലത്തിന്റെ മേലും അവൻ ഇന്ന് രാത്രി തന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന്. In every situation that you're agonizing over, that he will reveal his glory. അത് വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ആരാധനയോടെ എഴുന്നേറ്റ് നിന്നാട്ടെ. All those who believe that, stand up and worship. ആരും മൗനമായി നിൽക്കാതെ Let no one stay quiet. ഹദരങ്ങൾ ചലിപ്പിച്ച ഒരു നിമിഷം ദൈവത്തിന് മഹത്വം കൊടുക്കുമോ? Let us open our mouths and praise the Lord for a moment. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി കുടുംബങ്ങളെ വിവേചിക്കുകയാണ്. The Holy Spirit is touching families tonight. നിന്റെ തലമുറകളെ ചൊല്ലി നീ ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല. തലമുറകളിൽ അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. He will not let you be ashamed of your generation or your children. He's going to reveal his glory in your children. രോഗമുള്ള നിന്റെ ശരീരത്തിൽ അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. In your body of sickness, he's going to reveal his glory. നിന്റെ ശുശ്രൂഷയിൽ In your അഭിഷക്തന്മാരെ ശുശ്രൂഷയിൽ അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. Oh, anointed ones, he's going to manifest his glory in your ministry. ദൈവ സഭകളിൽ അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തട്ടെ. Let him reveal his glory in the churches of God. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ അവന്റെ മഹത്വം വെളിപ്പെടട്ടെ. In all the realms of your work, may he manifest his glory. കർത്താവിന്റെ മഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അതരങ്ങൾ തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നിൽക്കട്ടെ. All those who desire the Lord's glory to be manifested, open your mouths and keep praising the Lord. തലമുറകളിൽ ശരീരത്തിൽ സഭയിൽ ശുശ്രൂഷയിൽ തൊഴിൽ മേഖലയിൽ യേശുവിന്റെ മഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമോ? And those who desire the manifestation of the glory of Jesus in your bodies, in your families, in your churches, in your places of work, if you can lift up your hands. ആമേൻ. പോരാ, മൗനമായി നിൽക്കാതെ, Without മൗനമായി staying നിൽക്കാതെ. quiet. കുറവ് നികത്തി നിറവിലേക്ക് നയിക്കുന്നവൻ, ഇന്ന് രാത്രി നമ്മുടെ അഡ്രസ് അറിയാവുന്നവൻ, നമ്മുടെ അവസ്ഥ അറിയാവുന്നവൻ, ഇതിനകത്ത് നടന്ന് അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തട്ടെ. The one who fills every lacking, the one who knows your address, let him walk in the midst of here and fulfill every lacking in our lives. മഹത്വം വെളിപ്പെടുന്ന ദിനമാണിത്, മറക്കണ്ട. ഔപചാരികതകൾ മറന്ന് ദൈവമക്കൾ മനസ്സ് തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്ക. Let us not forget that this is a night where the Lord is going to manifest his glory. Let us forget our situations and give glory to God. കരമുയർത്തിയവരുടെ മേൽ അവന്റെ മഹത്വം വെളിപ്പെടട്ടെ. May his glory be manifest on those who lifted up their hands. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥനയ്ക്കായി ആരെയും സമയം മുമ്പോട്ട് പോയതിന് മുമ്പോട്ട് വിളിക്കുന്നില്ല. Because of the lack of time, I'm not going to call anyone forward for prayer. കരമുയർത്തിയ നിങ്ങൾ ഈ വചനം ഏറ്റെടുത്ത് വിടുതലോടെ മടങ്ങണം. And you who lifted up your hands, you should accept this word and go back in deliverance. അഭിമാനം ഓർത്ത പുറത്തു പറയാതെ നീ ഉള്ളിൽ കൊണ്ട നടക്കുന്നതെന്ന് ദൈവാത്മാവിനറിയാം. The Holy Spirit knows that it is because of your honor that you're not trying to say it outside. എന്നാൽ ഇന്ന് രാത്രി ആ വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുക. But tonight on that matter, my God has manifested his glory. അത് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. And those who believe that, give glory to God mightily.